hari ini. Yes. Apa sini? Ini namanya rendang. Rendang. Beef. Pengantinnya besok. Besok pengantinnya datang, tamunya banyak. Duduk. Sana tempat tamu datang makan apa? Roslina Lubis. Roslina Lubis. Oke. Good. അപ്പോൾ ഗൈസ് വെൽക്കം ടു ഇന്തോനേഷ്യ. അപ്പം നമ്മൾ ഇന്ന് ഒരു ഇന്തോനേഷ്യൻ ഫാമിലീൻ്റെ കൂടെ അവരെ ജീവിതം ലൈഫ് സ്റ്റൈൽ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ മാർക്കറ്റിലോട്ട് ഇറങ്ങിയാണ്. ഇതാണ് നമ്മളെ അസീസ് ബ്രോൻ്റെ കൂടെയാണ് നമ്മൾ ഇന്ന് ഫുള്ള് കറങ്ങാൻ വേണ്ടി പോകുന്നത്. യെസ് മദർ ഹായ്. അബക്കബാർ റൈറ്റ്? അബക്കബാർ. ഇത് മൂപ്പരെ സിസ്റ്റർ കൂടിയാണ്. അപ്പോൾ ഞങ്ങളിതാ മാർക്കറ്റിലോട്ട് ഇറങ്ങിയ ഓക്കെ. ഇവരുടെ കൂടെ ഇവർ ഇംഗ്ലീഷ് സംസാരിക്കും, ഇവൻ്റെ ഉമ്മ ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഫുള്ള് തിരക്കാണ്. ഞാൻ എൻ്റെ മെയിൻ ക്യാമറ എടുക്കാൻ വേണ്ടി മറന്നു, ഈ കാറിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. ഓ ഫുള്ള് തിരക്കെന്ന് വെച്ചാൽ പൊരിഞ്ഞ തിരക്ക്. അവിടെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്, ഭയങ്കര ചൂട്. ഇത് ഇവിടുത്തെ ബീഫ് സ്റ്റാളാണ് കേട്ടോ. ബീഫ് in Indonesia what we will tell? Daging sapi. അപ്പോൾ ഗൈസ് daging sapi. തേങ്ങ കോക്കനട്ട്. ഇതാ ഇവരെ കൂടെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ പുള്ളിക്കാരിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അതിൻ്റെ ആഘോഷത്തിനൊക്കെ ആയിട്ട് ഇറങ്ങിയ നമ്മളിങ്ങനെ സാധനം വാങ്ങാൻ. ചോന്ന മുളക്. ഹലോ നോ ഹലോ. What I want to say hello for in Vietnam? Just hello. Hello. Just hello. Okay. Oh, just hello എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ ഉള്ളി എടുക്കുന്ന രീതി കണ്ടല്ലേ. ഒരു കവർ എടുക്കുന്നു, തൂക്കണമൊന്നുമില്ലേ. നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ നമ്മൾ തന്നെയാണ് പെറുക്കി ഇടുന്നത് കേട്ടോ. പച്ചമുളകിൻ്റെ ഒക്കെ വലിപ്പം നല്ല വലിപ്പം. പച്ചമുളക്, ഇത് ചുവന്ന മുളക്, പിന്നെ പയറ്, തക്കാളി. ഇതെന്താണെന്ന് എനിക്കറിയില്ല, കുറേ സാധനങ്ങളുണ്ട്. ഇത് ഉരുളക്കിഴങ്ങ്, ചുവന്നക്കാളി അല്ല നാടൻ തക്കാളി, ക്യാരറ്റ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇത് നമ്മളെ സാമ്പാർ കഷ്ണം പോലെ ഇവിടെ ഒരു കറി ഉണ്ട് ഇവിടെ, അതിന് വേണ്ടിയിട്ടുള്ള. വാട്ട് ഈസ് സോപ്പ് മീൻസ് സൂപ്പോ. ഇത് സൂപ്പ് ഉണ്ടാക്കാനുള്ള സാധനം കേട്ടോ. അപ്പം അതിൻ്റെ ഐറ്റംസ് ആണ് എന്തൊക്കെ ഉണ്ട് ഇതിൽ. ഇവരെ മെയിൻ കറി സൂപ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാ ചില വീട്ടിലിട്ടോ. ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതാ കഴിച്ചത്. അപ്പോൾ ഗൈസ് ഇത്രയും നേരം വൈഡ് ആംഗിളായിരുന്നു, ആംഗിൾ ഒന്ന് മാറ്റി. തക്കാളിക്ക് 8000 റുപ്യ കിലോ, 42 റുപ്യ വരും ഇന്ത്യൻ പൈസ. ഇതിന് 42,000 റുപ്യ കിലോ. അപ്പം ഏകദേശം എത്ര വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫോർ ദിസ് സൂപ്പ് 5,000. ഇതിന് 5,000 ഉള്ളു. ഇത് കുറവാ. ഇതും ഇത് വേറെ ഐറ്റംസ് കേട്ടോ. ഇതിൽ കോണ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ പയറ്, പിന്നെ കേബേജ്, പിന്നെന്താണ് ക്യാരറ്റ് ഉണ്ട്, ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ ഐറ്റംസ്. ഓക്കെ. ഇവിടെ മാർക്കറ്റ് കണ്ടോ, ഫുള്ള് തിരക്കാണ്. ഫിഷ് മാർക്കറ്റ് തൊട്ടപ്പുറത്ത് തന്നെ. ഞാൻ ഫിഷ് മാർക്കറ്റിലൊന്നും പോയിക്കോട്ടെ. ഫിഷ് മാർക്കറ്റ് കണ്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ. കുറേ മീനുണ്ട് കേട്ടോ. ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഹലോ ചിക്കൻ. പിന്നെ എന്നെ കാണുമ്പം പിന്നെ ഇവിടുത്തെ ആൾക്കാരെ പോലെ തന്നെ തോന്നുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് ഇവരെ പോലെ തന്നെ. ഞാനാണ് താടിയും പഠിച്ച്, ഇല്ലെങ്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായേനെ. താടി പഠിക്കണ്ടായിരുന്നു. അതാ ഉമ്മച്ചി ഇവിടുന്ന് പൈസ കൊടുക്കുന്നുണ്ട്. ബാക്കി കിട്ടി. വലിയ പൈസ ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഗൈസ് മാർക്കറ്റിൽ തിരക്കിട്ടിട്ട് ഞാൻ തന്നെ നെട്ടിപ്പോയിട്ടോ. ഫുൾ തിരക്ക്. ഹലോ ഉപരി തിരിക്കുക. ഇവിടെ ഐസ്ക്രീം പോലത്തെ ഒരു സാധനം വിൽക്കുന്നുണ്ട് പുള്ളിക്കാരൻ. എന്താണ് ഐസ്ക്രീം? ഓക്കെ.
പച്ചക്കറി മാർക്കറ്റ് തന്നെയാണ് കേട്ടോ. ഫുള്ള് പച്ചക്കറി മാർക്കറ്റാണ്. മാർക്കറ്റിലത്തെ ആൾക്കാർ വലിയ അത്ര ഫ്രണ്ട്ലി അല്ല, എന്നാലും കുഴപ്പമില്ല. ചിലവരൊക്കെ ഫ്രണ്ട്ലി ആണ്. മുളക് അത് ഇതൊക്കെ വിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഇവർക്ക് കോമൺ അല്ല ഒരു ക്യാമറ പിടിച്ച് കിടക്കണത്. എനിക്ക് വിഷയമല്ല. ഇത് നമ്മളെ ഇതാട്ടോ ഉണക്കമീൻ. ഓ ഇതിൻ്റെ ഒക്കെ ഉണക്കമീൻ ഉണ്ട് ഇവിടെ. പുഴുവാണോ ഇത്? അല്ല അല്ല അല്ല, പല ടൈപ്പ് ഉണക്കമീനുണ്ട്. ഹലോ, ഇത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച സാധനം കേട്ടോ. Namanya Ari Kuntong loh, Ari Kuntong. Halo. Dia asli anu pegunungan Himalaya ini. Can you speak English? No. What is this? No. Vellam. Yeah. Thank you. I am from India. Okay. Yeah. Assalamualaikum. Yeah. Fresh meat. We will eat this one also. ഇത് കളർ മീനല്ലേ? ഇത് കണ്ടിട്ട് കളർ മീനെ പോലെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ തിന്നുന്നതാണ് അവർ പറയുന്നത്. വെരി ഷുവർ മദർ. ഓക്കെ. ഓ ഇവിടെ എല്ലാം ഫ്രഷ് മീനാണ്. മുഴു തന്നെ തോന്നുന്നു. ഇവിടെയൊക്കെ ഫ്രഷ് മീനാട്ടോ. ഓരോടെ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. സ്പൈസസ്, വാട്ടർ സ്പൈസസ്. ഇത് ഉണക്കമീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയവർ. ഉണക്കമീൻ ഏരിയ. ചിക്കൻ. ഓ ഇവിടെ ബീഫിന് എന്താ വില അറിയോ? 1,60,000, ഏകദേശം 800 റുപ്യ. ഓ ഇതാണ് സ്പൈസസ്. ഇഞ്ചി. ഇവന് നമ്മളെ ഇവർക്ക് കേരളത്തെ കുറിച്ചൊന്നും അറിയില്ല. ഇവന് വന്നപ്പോൾ നെറ്റിപ്പോവും. ഇവൻ്റെ വിചാരം ഇവിടെ മാത്രമേ ഇതൊക്കെ ഉള്ളൂ. നമ്മൾ വിചാരിക്കല്ലേ നമ്മളെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഐറ്റംസും കിട്ടും. മീമി ചെമ്മീൻ. ഓ അയില, ചെമ്മീൻ, udang കേട്ടോ. Udang. Berapa kilo? Sekilonya? How much? 95. Kalau yang ini? Kalau gini Kilonya? 11. 35,000. 35,000. Yeah. And Silakan diapain? yang itu 11.000. Itu berapa, Pak? 11. 11.000. I will sell. Kali gini Kilo. 100. Ya. Okay, I will. This I am the owner. He is working here. Okay. Ini mau diapain udah? Guys, പഴക്കട. നേന്ത്രപ്പഴം ഉണ്ട്. ഇതെന്താ എനിക്ക് അറിഞ്ഞൂടാ. മെയിനായിട്ട് നേന്ത്രപ്പഴം. ഹലോ, നേന്ത്രപ്പഴം. ഇത് മറ്റേ റോബസ്റ്റ് പഴമാണോ? അല്ലല്ലേ, ഏത് പഴമാണോ? അപ്പോൾ ഏതോ പഴയ മൂപ്പരെ പൈസ പെട്ടി. How much you earn today? He's a millionaire. Mana yang bagus? Yang mana, Bude? Yang bagus yang mana? Sok pilih aja. അതന്നെ. Tinggal ada yang kecil. Yaitu Berapa ini? 15.000. Tapi ini udah hitung-hitung, Mas. 10.000 kali. Ini cakep nih, Bude nih. Ini. അതെടുത്തോ, ഇതാണ് നല്ലതെന്ന് Tua പറയുന്നത്. banget nih. Nih, Bang. Cakep. ഉറപ്പല്ലേ? 10.000 ya? 15.000, nggak dimahalin. Ngabisin aja. Isikan kartuin. Nggak usah. Hah? Nggak usah. Masa Cuma How much? tua. 50,000. 15,000. It's cheap. It's okay. 50 rupees only. Apa kabar? Alhamdulillah sehat. Alhamdulillah. Alhamdulillah ya. Thank you. ഇവിടെ നിന്ന് എന്താ വാങ്ങണേ? Do you want to cendol? ചെന്തോർ. Try ya, let's try aja. What is that?
Ice from Bandung. Ice Bandung. Is it drinking? For drink? Yes, untuk sana aja. ഇത് കുടിക്കാനുള്ള എന്തോ ഒരു ഐറ്റം ആണ്. Milk? No, this is ini sama deh mas. Yeah. Coconut. Coconut. Oh, coconut. Oh, Coconut. This is sugar. sugar. Oh. Jawa sugar. Berapa? The ice Brown sugar. This is brown sugar. Oh, what is this green color? This is cendol. Cendol. Made pakai apa sih kalau cendol? Cendol എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്കറിഞ്ഞൂടാ. എന്തോ ഫ്ലവർ. Rice. ഓക്കെ, Flower rice. ഫ്ലവർ റൈസ് എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായില്ല, എന്തായാലും കൊള്ളാം. ഇതാ പുള്ളിക്കാരൻ ഉണ്ടാക്കി ഇങ്ങനെ. Yang satu jangan gulanya nggak usah banyak-banyak kalau Mel. ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. Gini aja. ഗിരിയാജ I know ഗിരിയാജ. You must try. Yeah, definitely. Gulanya dikit aja sama gasnya dikit aja udah. So, gulanya It's like with the sweet, everything is here. Spicy, not spicy. This is very I will mix. ഇവിടെയും നമ്മളെ പോരത്തെ പോലെ തന്നെയാണ്. ഉമ്മമാര് എല്ലാത്തിനും പൈസ കൊടുക്കണം, നമ്മളൊന്നിനും പൈസ കൊടുക്കൂല. എന്താ പിന്നെ ടേസ്റ്റ് പറയാ, എനിക്കൊന്നും മനസ്സിലാവണില്ല. I think you have to stir first. ഫസ്റ്റ് ഡു ഇറ്റ്. No, yeah. ഇവിടെ കണ്ടോ ഇവനൊക്കെ സിഗരറ്റ് വലിക്കണേ, ഓൻ്റെ ഉമ്മയാണത്. അന്നോടെ ഒരു വിഷയമില്ല. ഇവിടുത്തെ മക്കളൊക്കെ ഇവനെ കണ്ട എത്ര വയസ്സ് പറയും? കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്, 30 വയസ്സുണ്ട് കേട്ടോ. യാ, ഓൻ ഫുള്ള് സെറ്റാക്കി തന്നെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാക്കില്ല. പിന്നെ ഓരോ മുന്നിൽ ഞാൻ എങ്ങനെ എൻ്റെ മോൻ കാണിക്കാം, എന്തോ ഒരു ചോയാ, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ഞാൻ ക്യാമറ മാറ്റി ഹീറോ 9 ആക്കിട്ടോ, ഏതാ ബെറ്റർ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ ആ ഒരു വില്ലേജിനാണ് ഉള്ളത്. ഒരു വില്ലേജിൻ്റെ പുറത്ത് ഇതാണ് പുള്ളീൻ്റെ വീട്. ഓക്കെ, പുള്ളീൻ്റെ വീട് ഒരു നല്ലൊരു വീട് കേട്ടോ, ഒതുങ്ങിയ നല്ല രസമുണ്ട്. ഉള്ളിൽ നല്ല സ്പേസ് ആട്ടോ, പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഉള്ളിൽ നല്ല സ്പേസാണ്. അപ്പം ഇവിടെ ഒരു ഇത് കണ്ട് ഞാൻ, ഇത് ഫലാഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാസികോര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ഫലാഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ഥലം, എൻ്റെ പുരയുള്ള സ്ഥലത്തിൻ്റെ അവിടെ ആ ടൗൺ പിന്നെ ബസ് നിർത്തുന്ന സ്ഥലത്തിൻ്റെ പേര് ഫലാഹ് എന്നാണ്. കാരണം അവിടെ ദാറുൽ ഫലാഹ് പള്ളിയുണ്ട്, അതുകൊണ്ട് ഫലാഹ്. ഇവിടെ ഫലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഫുഡാണ്, ചിക്കൻ്റെ എന്തോ ഒരു ഫുഡാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയോ? അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് കയറാം. അതിൻ്റെ മുന്നേ നിങ്ങൾ പോയിക്കോളി. ഇവിടുത്തെ എല്ലാവരും സിഗരറ്റ് വലിക്കും കേട്ടോ, ഒരു വിധം എല്ലാവരും. നമ്മളെ പോലത്തെ ഉമ്മമാരെ പോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരും മുളക് എല്ലാ സാധനവും നട്ട് പിടിപ്പിച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ കുരുത്തക്കട്ടയൊക്കെ അല്ല ബ്രോ, കുരുത്തക്കട്ട നല്ല വെക്കണം എന്നാൽ. അപ്പം ഞാനും നമ്മൾ മുമ്പേ കുട്ടീനെയും കൊണ്ടാണ് ഇന്ന് പുറത്ത് പോണത്. വാട്ട് ഈസ് ദിസ്? No, it's just like decorative thing. ഓക്കെ, ഡെക്കറേഷൻ. പിന്നെ പുള്ളിക്കാരൻ്റെ കല്യാണത്തിന് മാരേജ് ടൈമിൽ ഇത് ഉണ്ടാക്കിയത്. It's from like marriage. Marriage, yeah. അപ്പം ഇവിടെ കണ്ട ചെടി കാര്യങ്ങൾ ഇഷ്ടംപോലെ ചെടികളുണ്ട്. ശരിക്കും എൻട്രി ഇതാണ് മെയിൻ ഡോറ്, അത് വേറൊരു ഡോറ്. ഇതാ കുളം, ഇപ്പോൾ മീൻ കുളം. ഇവരും മീനൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ, നല്ല കിടിലൻ മീൻ സാധനങ്ങൾ. അങ്ങനെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഈ കറക്റ്റ് നമ്മളൊരു കേരള ടച്ചൊക്കെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല എവിടെയും. പിന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് വീട്ടിൻ്റെ ഉൾവശം. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് വീട്. കുറേ ട്രോഫി കിട്ടിക്കണല്ലോ. ട്രോഫി കിട്ടിയത് തന്നെ അല്ലേ? ആണാണ്, ഒക്കെ ട്രോഫി. ഉൾവശം നമ്മൾ മേലെ വശത്താണ് കിടക്കണേ, അത് വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മളിപ്പം പുറത്ത് പോകാൻ വേണ്ടി പോവാം. എവിടെ പോയി? റെഡി. ഇവൻ എൻ്റെ ഒരു കുടുംബക്കാരനാണ്, വമ്പ കച്ചറ കേട്ടോ. അപ്പം ഇതാണ്. Halo, Dada mana Dada? Dada. Dada. Go, let's go.
ഇനി ചെയ്യാൻ പോകുന്ന പുള്ളിക്കാരൻ്റെ വില്ലേജ് ഒന്ന് കറങ്ങി അടിച്ച് കാണാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ട് ഇവിടെ വില്ലേജ് ലൈഫും കാര്യങ്ങളും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യാത്ര ആരംഭിക്കുക. ചെരുപ്പിട്ടെടുക്കും കുട്ടിക്ക്. അപ്പോൾ നമ്മൾ നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വില്ലേജിനെയും വില്ലേജ് അല്ല ടൗൺ ആണോ എന്ന് വെച്ചാൽ ടൗണും അല്ല, ഒരു രണ്ടിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലമാണ് തങ്ക്രാങ് എന്നാടോ ഈ സ്ഥലത്തിൻ്റെ പേര് പറയുക. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വീടുകളാണ്, ഫുള്ള് വീടുകളാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ വീടുകൾ. അപ്പോൾ ഞാൻ പുള്ളിനോട് ചോദിച്ചു ഇവിടെ ഏറ്റവും കൂടുതൽ ആരാ താമസിക്കുന്നത്, ഏത് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ 99 പറഞ്ഞു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഞാൻ ചോദിച്ചു എത്ര ഹിന്ദുക്കളുണ്ടെന്ന് ചോദിച്ചു. ഇവിടെ ഇതൊന്നും നിങ്ങൾ വേറെ രീതിയിൽ എടുക്കരുത്, ഇവിടുത്തെ ഇതെങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നുപോലും ഇല്ല എന്ന് പറഞ്ഞു ഈ ഒരു വില്ലേജിൽ കേട്ടോ. പിന്നെ 3 ക്രിസ്ത്യൻസാണുള്ളത്, 3 പേര്. അപ്പം അങ്ങനെയാണ് ഒരു ഫാമിലി, ആ ഫാമിലി 3 പേര്, അത്ര ഈ ഒരു വില്ലേജിലുള്ളൂ കേട്ടോ. ഇവർ നല്ല വൃത്തീൻ്റെ ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു സ്ഥലത്തും ഒന്നും കാണുന്നില്ല, നല്ല വൃത്തി. അപ്പോൾ വില്ലേജിലൂടെയുള്ള നടത്തം ഇങ്ങനെ കൂടി ഇവിടെ എന്തോ ഒരു കമ്മിറ്റി കൂടിയിരിക്കുന്നു കേട്ടോ. അത് എന്നെ ഇവിടെ കണ്ട സ്ഥിതിക്ക് ഇവിടെ ഒരു കമ്മിറ്റി കൂടണമല്ലോ. ഫുൾ ആൾക്കാർ, വീടുകളും. ഇവിടുത്തെ ചെറിയൊരു ഷോപ്പാണ്. അരിക്ക് 10,000 റുപ്യ, ഈ അരിക്ക് 9,000, 8,000. പിന്നെ സിഗരറ്റ്. ഹലോ അവക്കെ പാർ. അവിടുത്തെ ഒരു ചേച്ചിയായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ചേച്ചി ചോറൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നു. Common people, I mean, we usually like have a meetings of neighborhood in here. ഓക്കെ ഗൈസ്, ഇത് നമ്മളൊരു പള്ളീൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊരു മീറ്റിംഗ് ഒക്കെ കൂടുന്ന ഒരു സ്ഥലം. ഈ ഒരു ഇത് എവിടെ എന്തെങ്കിലും കമ്മിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ there is marriage. Marriage will be in mosque, in masjid. Yeah, that's a mosque. ഓക്കെ. മസ്ജിദിൻ്റെ ഇവിടെ തന്നെ കേട്ടോ ഇതും. കൊള്ളാലോ. എൻട്രി ഓക്കെ, നമുക്ക് എൻട്രി അതിലൂടെ കയറി കാണാം. ഓക്കെ, സ്കൂൾ, മസ്ജിദ്, എവറിത്തിങ്, ഓഡിറ്റോറിയം. അപ്പോൾ ഗൈസ് നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെയാണ് എല്ലാം ഒരുമിച്ച്. പക്ഷെ നമ്മളെ നാട്ടില് പള്ളീൻ്റെ കൂടെ മസ്ജിദിന് ഓഡിറ്റോറിയം ഞാൻ അങ്ങനെ കാണാറില്ല. നമ്മൾ ചർച്ചിൻ്റെ കൂടെ കാണാറുണ്ട് കേട്ടോ. യെസ്. അപ്പം ഇവിടെ പോക്കിരി. കമോൺ കുട്ടീനെ വെച്ച് എത്തിക്കരുത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു സ്കൂൾ കേട്ടോ. ഇവിടെ എല്ലാം പച്ചപ്പും ഗ്രീനറി ഒക്കെ നല്ലോണം ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. ലൈബ്രറി, കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ കുട്ടികൾ തന്നെ. LP സ്കൂളാണ്. ഇതാണ് കല്യാണ മണ്ഡപമല്ല, കല്യാണം നടന്ന ഹാൾ. ഞാൻ ഈ കല്യാണത്തിന് പോകാൻ വേണ്ടി വിചാരിച്ചിരുന്നു, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നടക്കട്ടെ. ഞാൻ ഫോൺ വയ്ക്ക് വേറെ എവിടുന്നെങ്കിലൊക്കെ കല്യാണം കൂടിക്കോളാന്നൊക്കെ പറഞ്ഞു. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ്, അലങ്കാരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങൾ കൊണ്ടുപോവുക. ഇത്ര പെട്ടെന്ന് ഇവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ടോ. ഇപ്പോൾ വൈകിട്ടൊരു 4 മണിയോ അത്ര ആയിട്ടുള്ളൂ. പള്ളി എവിടെയാണ്? Can I go there inside the mosque? അപ്പം ഗൈസ് ഞാൻ പള്ളീൻ്റെ ഉള്ളിൽ കൂടി കയറി കണ്ടേക്കാം. യൂസ് ടൗസർ ഇട്ടുകൊണ്ട് പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു പഴക്കമുള്ള പള്ളിയാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒതു കൊടുക്കാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. പിന്നെ എൻട്രി എവിടെയാണ്? ഇവിടെ ഇവരെ ഭാഷയിൽ എന്തോ എഴുതിയിട്ടുണ്ട്, എനിക്കറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പള്ളി കേട്ടോ. ഇന്തോനേഷ്യയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളികളാണ്. അത്രക്കും പള്ളികളുണ്ട് ഇവിടെ.
ഗൈസ് വന്ന സ്ഥിതിക്ക് സ്കൂളിൽ കൂടി കണ്ടില്ലേ മോശമല്ലേ? ഇതാണ് സ്കൂളിൻ്റെ ക്ലാസ് മുറി കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. റെഡ് ആൻഡ് വൈറ്റ് ആണ് ഇവിടെ കോമ്പിനേഷൻ തോന്നുന്നത്. എല്ലായിടത്തും റെഡ് ആൻഡ് വൈറ്റ് കൊടുത്തിരിക്കണ്. ഇത് പ്രിൻസിപ്പൾ റൂം ആവാനാണ് ചാൻസ്. അല്ല ക്ലാസ് മുറികളാണ്, എല്ലാം പൂട്ടി കിടക്കുകയാണ്. ഇവിടുത്തെ കുട്ടിയെ കിട്ടിയ ട്രോഫി മൊത്തം ഇവിടെ ഉണ്ട്. അപ്പം സാറ്റർഡേ ആൻഡ് സൺഡേ ക്ലാസ്സുകൾ ഉണ്ടാവുന്നതല്ല, അതുകൊണ്ട് ഇത് ക്ലോസ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി അങ്ങോട്ടേക്കൊക്കെ പോകണം. Can I go there? Wait, you first ask guys. ഇവിടെ കുറച്ച് ആൾക്കാർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. Anybody you know? Ibu minta izin mau video teman saya buat vlognya. Vlog. Not from India. Saya cuma kayak mau lihat lingkungan aja. Apa maksudnya? Di mana ada keliling dia? എനിക്കൊന്നും മനസ്സിലായില്ല. Alhamdulillah. Alhamdulillah, that I can understand. Alhamdulillah sudah selesai Okay, makan. then Assalamualaikum. Ya, catering kita hari ini. Yes. ചേച്ചി ഇവിടെ എന്തോ Ini tempat ഉണ്ടാക്കുന്നുണ്ട്. nasi, mau masukin nasi dari dandang. എല്ലോ ഇവരുണ്ടാക്കി വെച്ചെന്തേ ഉള്ളൂ? ഒന്നുമില്ല, ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇവിടെ എന്താ വാഴത്തണ്ട് കൊണ്ട് ചേച്ചി എന്താ ഉണ്ടാക്കുന്നത്? mau ditengok juga. Itu namanya kedebok pisang. വാഴത്തണ്ടാണ് ഇവിടെ മെയിനായിട്ട് കറി. Lauknya mau ditengok juga. Ada itu namanya lauknya ada di dalam sana. ഓക്കെ. Ini ada foto nih nasi. നാസി ചോറ്. Nasi namanya. Monggo. ഹലോ. Ini ayamnya. ചിക്കൻ. Chicken. Tapi Chicken. nanti di ala masaknya apa sini? Nah, ini namanya rendang. Rendang. Beef. Daging. Beef. 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 Rendang. Daging. Beef. Daging. Ini nanti disemur. Ini semur. Semur. Masak Sumatera. Ingat. Kita tentu ada കാര്യമില്ല. എനിക്ക് Baru dia belum siap semua, besok lagi dimasak. Pagi-pagi jam 3 pagi. Banyak lagi yang belum dimasak. Sayur-sayurnya. Wait. We will take a photo, okay? Potato. Potato. Kerupuk apa sih kerupuk? Kurpuk, potato. Okay. Apa itu potato? Fried. Okay. And this? Ini sambal potato. Sambal itu. Chili ya, mulag. Baru masak segini. Baru masih gini. Belum lagi. Nanti tambah lagi. Besok. Besok pagi jam 3 pagi kita mulai masak lagi segala macam. Nah നിങ്ങളൊക്കെ പരിചയപ്പെടുത്തി. പിന്നെ Pengantinnya besok pengantinnya datang, tamunya banyak. Besok resepsinya di sini. ഇതാണ് ഇവിടെ നിന്നാണ് ഈ ഫുഡൊക്കെ വിളമ്പുകയെന്നാണ് പുള്ളിക്കാരി പറയണേ. Ini nanti tempat pengantin duduk, sana tempat tamu datang makan apa sana. ഓക്കെ. ഇവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുക. എനിക്ക് അത്ര മനസ്സിലായി. ആൻഡ് നെയിം യുവർ നെയിം? My name is Aisyah. ആയിഷ. മൈ സിസ്റ്റർ നെയിം ആയിഷ. Yes. My name is Noni. Noni. And your? Ini. Ini. My name is Yasin. You know Quran? Yasin. Islamnya. Ya. Yes, Muhammad Yasin. Muhammad Yasin Al-Quranil Laki binnekelam. Yes. Your name? Roslina Lubis. Rasulina Rubis. Itu dia namanya. Okay. Lengkap sekali No, namanya. we will take one photo. Yeah. Come, everyone. Okay, alhamdulillah. Thank you. Assalamualaikum. Waalaikumsalam. Okay. Good. Thank you. Nice
താങ്ക് യു സോ മച്ച്. അയ്യോ വൻ രസമായിട്ടോ. ഇറ്റ്സ് ഗ്രേറ്റ് യാർ. We got it. Ta-da. Bye bye. അയ്യോ അവിടെ പോയിട്ട് എന്തോ ഒരു പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു പറയണത് ഇതാണ് ഉദ്ദേശിക്കണേന്ന്. അപ്പോൾ അതാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നിട്ട് കുറേയൊക്കെ. അപ്പോൾ നമ്മൾ വില്ലേജിലുള്ള നടത്തം തന്നെ തുടങ്ങി. ഇതൊക്കെ പണ്ടത്തെ മറ്റേ വണ്ടി പിന്നെ സിനിമയിലൊക്കെ കാണുന്ന ഓൾഡ്, ഇവർക്ക് അതില്ലാന്ന് തോന്നുന്നത്, അതൊക്കെ ഓൾഡ് വണ്ടിയാന്നുള്ള. ഇതാണ് ആ പള്ളി. ഈ പള്ളി ഇത്രയും വലുതാട്ടോ, ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഓരവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കുകയാണ്, രാത്രിത്തേക്കുള്ള ഫുഡ്. ഇനി കഴിക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കറക്റ്റ് ടൈമല്ല അതായിപ്പോയി, ഇല്ലേ പോയി കഴിച്ചേനെ. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് ഇവിടെ പറയും, ഞാൻ ശരിക്കും 3 ദിവസം പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ പുള്ളീൻ്റെ പെങ്ങളെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഓരൊക്കെ കൂടി ഒരു സ്ഥലത്തോട്ട് ടൂറ് പോവുകയാണ്. അത് ഓരോ ആദ്യമേ പ്ലാൻ ചെയ്താ. അപ്പോൾ എന്നോട് പറഞ്ഞ് കൂടെ വാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മോശമല്ലേ അതിൻ്റെ ഇടയിൽ കൂടെ കയറി ചെന്നിട്ട് ഓരോ ഫാമിലീൻ്റെ ഇടയിൽ കൂടെ ചെന്നിട്ട് ഞാൻ ടൂറ് പോയി, ഞാനും ഓരോ കൂടെ പോയി അലമ്പാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലല്ല, ഞാൻ ഒരടുത്തൊരു ആളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരമായിട്ടാണ്. തസിമലൈ. യെസ്, തസിമലൈ. തസിക് മലൈ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകും. അപ്പം ഒക്കെ കാണിച്ചു തരാം. ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് ഒരു ബസ്സിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഇവൾക്ക് ഇന്നലെ മുട്ടായി മേടിച്ചിട്ടേനും. ഞാൻ ഇന്നലെ ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മോശം, ഒരു വെറും കൈ കൊണ്ട് ചെല്ലാൻ പാടില്ലല്ലോ. അപ്പോൾ 2 മുട്ടായും തിന്നണ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരേ തന്നെ ഉണ്ട്, ഇതൊരു കൊടുത്തിട്ടൊന്നുമില്ല, അപ്പോൾ അതൊക്കെ കൊടുക്കണം. അപ്പം ഇതാണ് പുള്ളിക്കാരൻ്റെ റൂം. ഞങ്ങൾ വില്ലേജിൽ നിന്നൊക്കെ അല്ല, വില്ലേജ് ഇപ്പോൾ കറങ്ങാൻ പോയ സ്ഥലത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന്. വില്ലേജ് എന്ന് പറയുമ്പോൾ എന്തോ പോലെ ഒരിടത്ത് ടൗൺ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പുള്ളിക്കാരൻ്റെ മുറി, കണ്ടില്ലേ? അത്യാവശ്യം മൂപ്പരും മൂപ്പരെ പെണ്ണുങ്ങൾ, കല്യാണ ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട്. അടിപൊളി സെറ്റപ്പാണ്. ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ പിന്നെ സ്പെഷ്യാലിറ്റി ഇതെങ്ങനെ എനിക്ക് കിട്ടിയ കുറേ പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് കൗച്ച് സർഫിംഗ് എന്നാണ് തോന്നുന്നു പറയണ്ടേ, അങ്ങനെ എന്തോന്ന് പറയണ്ടേ. അപ്പം ഇങ്ങനെ പരിചയപ്പെടുന്നു. ഒരു ആപ്പാണ്. ആ ആപ്പിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ള സ്ഥലം അതിലുണ്ടാവും. അപ്പോൾ നമ്മളത് കൊടുക്കുക. അപ്പം അവിടെ ഉള്ളവർ നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടവർ ഇങ്ങോട്ട് മെസ്സേജിക്കും. നമ്മൾ വലിയ പുള്ളികളാണെങ്കിൽ കേട്ടോ, ഇല്ല വരാൻ മെസ്സേജില്ല. എന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇന്തോനേഷ്യയിലുള്ള ആൾക്കാരെ ലിസ്റ്റ് ആണ്. ഇപ്പോൾ വയനാട്ടിലെ നിങ്ങളിപ്പോൾ വയനാട്ടിലേക്ക് വരികയാണ്, ടൂർ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോസ്റ്റ് കിട്ടണം, ഒരാളെ കൂടെ താമസിക്കണം ഫ്രീ ആയിട്ട് എന്നിങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ വയനാട് നിന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ പേര് കാണിക്കും. അപ്പോൾ എൻ്റെ പേര് കാണിക്കും, എന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാണിക്കും, ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ, റൂം പ്രൊവൈഡ് ചെയ്യാം, വൈഫൈ ഉണ്ടാവും. ഇതൊക്കെ നമ്മളതിലുള്ളത് മാത്രം നമ്മൾ പറഞ്ഞെടുത്തായി. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് റിക്വസ്റ്റ് ചെയ്യാം, പിന്നെ ഇങ്ങനെ 2 ദിവസം പിന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ അവിടെ. അപ്പോൾ എനിക്ക് മെസ്സേജ് ആയിട്ട് വരും. അപ്പോൾ ഞാനത് കൺഫേം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് എൻ്റെ സ്ഥലത്ത് സ്റ്റേ ചെയ്യാം. അപ്പോൾ അതാണ് ഈ പരിപാടി. അപ്പം ആ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വീടായിരിക്കും, അങ്ങനെ. അപ്പം ആ ഒരു പരിപാടിയിൽ കിട്ടിയ സ്ഥലമാണിത്. ഇത് പുള്ളിക്കാരൻ്റെ വീട്. എവിടുന്നും പരിചയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് പോണതും ഇതുപോലെ തന്നെയാണ്. അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതും ഇതേപോലെ ഞാൻ റിക്വസ്റ്റ് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് വന്നതാണ്. അപ്പം ആ റിക്വസ്റ്റിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നതും. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പം ഞാൻ ഈ ജക്കാത്ത വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. ലാസ്റ്റ് എന്തായാലും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. ജക്കാത്തയിൽ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് അധികം സിറ്റി ലൈഫ് ഇഷ്ടമല്ല, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പോണത് ഒരു വില്ലേജിലോട്ടാണ്, ഇവിടുത്തെ ഉൾക്കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൗച്ച് സർഫിംഗ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് നോക്കി ചെയ്യണം, പണി പാളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അയാളെക്കുറിച്ച് ഓൾറെഡി പോയ ആൾക്കാർ റെഫറൻസ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയിട്ടൊക്കെ ചെയ്യുക. അത് ലേഡീസും ഉണ്ടാവും, ജെൻസും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഇത് ഹോസ്റ്റ് ചെയ്യുന്നതും. പിന്നെ അതുപോലെ ഇത് ലേഡീസിനും ചെയ്യാം, നോ ഇഷ്യൂസ്. ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ, ഞാൻ കുറച്ച് ദിവസം ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ തന്നെ പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞ് വീഡിയോ ഒരു നല്ല രസകരമായൊരു വീഡിയോ ആയിരുന്നു, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.